വന്തർകടം സൂപ്പർ പട്ടേ കലപ്പല. ചോദിക്കടാ, ആരാന്ന് ചോദിക്കും. ആരാടാ നീ? പോക്കറി സൈമൺ. ബിജു വേണ്ട. കോളേജാണ്, പിള്ളേരാണ്, പ്രശ്നം ഉണ്ടാക്കിയപ്പോ വീട്ടിൽ കയറി. ബിജു ശാന്തമായിട്ട് ഡീൽ ചെയ്യണം. ആസിഡ് ഒഴിക്കുന്നു പറഞ്ഞ റോക്കി, നീ ആസിഡ് ഒഴിക്കുന്നു പറഞ്ഞ ആ പെണ്ണുങ്ങളെ നീ ഒന്നും മനസ്സമാധി നടത്തത്തില്ലല്ലേ? കേരളത്തിൽ ഞാനൊന്നും സമ്മതിക്കത്തില്ല. ഇത് ഐസ് വാട്ടർ. ഇനി ഏതെങ്കിലും പെണ്ണിന്റെ അടുത്ത് നിന്റെ കഴപ്പം കൊണ്ട് ചെന്നാ സത്യമായിട്ട് നിന്റെ ലിംഗം ഞാൻ ചുടും. കേട്ടോ? എന്ത് പോയി നോക്കിക്കോ. പോയി വണ്ടിയറ, പോയി വണ്ടിയറ. അവന്റെ ഒരു ഡൂക്ക് പഠിക്കാൻ നടക്കുന്ന ഓരോന്നും. ഇനി ഇതിന്റെ പേരിൽ ഇവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ചെങ്കൽ ചുള്ളൽ വന്ന് ചോദിച്ചാ മതി ബിജു ആരാന്ന്. നിർത്തി കത്തിക്ക് ഞാൻ എല്ലാത്തിനും. ഒരു വാട്ടേ മുടി പണിട്ടിനാൽ എൻ പേശി ഞാനേ കേൾക്ക മാട്ടെ. മനസ്സിലാടാ പട്ടികളെ. വേണ്ട വേണ്ടെന്നൊക്കെ ഒരു തലയിൽ തോന്നുന്നു. വണ്ടിയാ ഓ ഭാഗ്യം, ആ പിള്ളേരും നമ്മളെ കയറി ഇടിച്ചില്ല. എടാ, എൻ്റെ ആ മാസ്കിൽ ആ ഡൂക്കിന് എന്തെങ്കിലും പറ്റിക്കാണോ? പറ്റിക്കാണും, പറ്റിക്കാണണമല്ലോ. അല്ല, നിനക്കെന്ത് പറ്റി? ഒന്നുമില്ല. പിന്നെ നീ എന്താ ഒന്നും മിണ്ടാത്ത? എടാ ബിജു, ഞാനല്ലേ പോക്കറി സൈമൺ? അതെ, ഞാൻ പഠിച്ച ഒറ്റ മാസ് ഡയലോഗ് നീ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ സമ്മതിച്ചില്ലല്ലോ. നീ ഒരു ഡയലോഗ് പറഞ്ഞല്ലോ. മോശമായിപ്പോയി ബിജു, മോശമായിപ്പോയി. എടാ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. നിനക്ക് വിഷമായ? ആ, എനിക്ക് വിഷമമായി. യു നോ, ഈ സീ ആൻഡ് ഷിപ്പ്, കടൽ ആൻഡ് കപ്പൽ, ഇത് രണ്ടുമാണ് എന്റെ വീക്ക്നെസ്. ഓഹോ. ഒരിക്കൽ സെയിന്റ് ലൂസിയയുടെ പിൻഭാഗം മെറീന ട്രെഞ്ചിൽ പെട്ടുപോയി. അല്ല, ഇത് ആരെയും സെന്റ് ലൂസ്? സെയിന്റ് ലൂസ് അല്ല, ലൂസിയ, സെയിന്റ് ലൂസിയ. ഷിപ്പ്, കപ്പലിന്റെ പേര്, ഷിപ്പിന്റെ പേര്. ആ, പറയുന്നത് കേൾക്ക് ദീപ. ഇങ്ങനൊരു കാര്യം എന്റെ അടുത്ത് ആരും പറഞ്ഞില്ലല്ലോ. നിന്റെ അടുത്ത് എന്തിനാ പറയുന്നേ? ഞങ്ങൾ പറയുന്നത് അങ്ങ് കേട്ടാ മതി. ചായ കൊണ്ട് കൊടുത്തേ. എനിക്ക് പറ്റത്തില്ല. നിന്നോട് ഇപ്പൊ കെട്ടാനൊന്നും പറഞ്ഞില്ലല്ലോ. ചായ കൊണ്ട് കൊടുക്കാനല്ലേ പറഞ്ഞുള്ളൂ. വന്നേ. This is Sridevi, my better half. Thank you. Drink your tea, drink your tea. Hey, Rowdy, Rowdy. Rowdy, my pet. Rowdy. കടിക്കില്ല. പെൺകുട്ടി. ഇതാ ആൺപട്ടിയാടാ. അതല്ല, പെൺകുട്ടിയുടെ. ഓ, അല്ല മോള്. Hey, come here, boy. പട്ടിയല്ല, Rowdy. അല്ല മോള്. അല്ല മോള്. ദീപ, ദീപ. ദാ. മോളാകെ വേർത്ത് കുളിച്ചല്ലോ. ടെൻഷനൊന്നും വേണ്ട. ടെൻഷനൊന്നുമില്ല, ഞാൻ ഡാൻസ് പ്രാക്ടീസിലായിരുന്നു. പ്രാക്ടീസ്, ഡാൻസ് പ്രാക്ടീസ്. മോൾ എവിടെ പഠിച്ചേ? ഓൾ സെയിൻസ്. എന്തോ പറയാണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പറ, അല്ലെങ്കിൽ എൻ്റെ ബാറ്റിംഗ് പോകും. എന്നെ കാണാൻ ഒരു പയ്യൻ വന്നു. വീട്ടുകാരെൻ്റെ കല്യാണം ഉറപ്പിക്കാൻ പോവാ. ഞാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണമെന്ന് എന്നോട് ചോദിച്ച സ്ഥിതിക്ക് അവനോട് പോയി പണി നോക്കാൻ ഞാൻ പറയും. ഓക്കെ അല്ലേ? ഓക്കെയാണ്. 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 ഓക്കെയാണ്.
ഞങ്ങളെ വിജയണ്ണന്റെ സിനിമകളിലാണെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു പാട്ടാണ് പതിവ്. നമ്മളായിട്ട് അത് തെറ്റിക്കാൻ നിൽക്കണ്ട. ഓക്കെ. ഞാൻ കളിക്കാതെ നീ ഒന്നും കളിക്കണ്ട. ഞമ്മള് നാരങ്ങ ഉണ്ടാടി പയ്യന്മാർക്ക് നാരങ്ങളും പേടി. എണീക്കിടല്ലാങ്ങളും ഈടെ സമയം ഇവിടെ വന്നിങ്ങനെ ഇരുന്നോളും. വീട്ടിൽ പോയിരുന്നു വല്ലതും പഠിച്ചേ ചെല്ല്. നിന്റെ അമ്മയോട് പറഞ്ഞു ചേച്ചി കണ്ടിട്ട് പോയാ പോരെ? കണ്ടിട്ട് പോയാ പോരെ. എണീക്കടാ. ചേച്ചി പറഞ്ഞു പോ ചെല്ലാൻ വൈകുന്നേരം ജംഗ്ഷനിൽ കട കേട്ടാ ചേട്ടൻ നമുക്ക് ചാറ്റ് കൊടുക്കും. നിങ്ങക്ക് പറഞ്ഞാ മനസ്സിലാവില്ല അല്ലേ? എന്ത് ഏത് നേരം ഉച്ച കൊച്ചു കഴിഞ്ഞ് വണ്ടി ഓടാൻ പോകാന്ന് വിചാരിച്ചാൽ മോളെ. ഇനിയിപ്പോ ഞാൻ പോകില്ല, ഉള്ള മൂടും കളഞ്ഞവള്. എന്താ മോളെ? അപ്പം സിഗരറ്റ് വലിച്ചോ? അപ്പൊ സീറ്റ് വലിച്ചില്ല. ഞാൻ കണ്ടല്ലോ. ഇല്ലടി തക്കുടു, അപ്പൊ സീറ്റ് വലിച്ചില്ല. എന്താ എന്തു പറ്റി? കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാ മോൾക്കൊന്നും കാണാൻ പറ്റാതാവോ അപ്പാ? ഇല്ല, മോളുടെ അമ്മയ്ക്ക് വട്ട. അവള് ചുമ്മാ അറിഞ്ഞതാ. ചിന്നുവിന്റെ അമ്മ പറയുന്ന കേട്ടല്ലോ. അവര് മോളെ പറ്റിക്കാൻ പറഞ്ഞ മോളെ. അപ്പാ കണ്ണിന് ഓപ്പറേഷന് മുന്നേ എനിക്ക് വിജയണ്ണ ഒന്ന് കാണാൻ പറ്റുമോ അപ്പാ? പറ്റും. അപ്പം കൊണ്ട് കാണിച്ചിരാ വിജയണ്ണ. കേട്ടാ? വിഷമിക്കില്ലേ? കേട്ടാ? ആ നോട്ടൊന്നും പോയില്ലടേ. ഇല്ലടാ, പോവാൻ പോടാ. ജെനിഫർ ഇങ്ങ് വാ. പോ. പോയി ഡാൻസ് കളിച്ചിട്ട് കേട്ടാ. ഉടുപ്പൊക്കെ നേരിട്ട്. അപ്പൊ ഒരു ഉമ്മ വന്നേ. അയ്യോ പല്ലേച്ചാ, എനിക്ക് മാമ ഐസ്ക്രീം വാങ്ങിച്ചു. ഡാ പോണോടിക്ക് മോൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചോടാ. അത് നീ പറയണോടെ. എനിക്ക് വരുമ്പോ രണ്ടൊരു പാലും കൂടെ വാങ്ങിച്ചോ. ജയമോൾ ഇവിടെ മുട്ടം കലിപ്പില്ല. അതിനുള്ള ബഡ്ജറ്റ് എന്റെ കയ്യിലില്ല. എനിക്ക് ഒരു ഇങ്ങനെ വാങ്ങിച്ചോ. ആടേ അതിൽ 5 പൈസ ഇല്ല. പോവാം. പോയിട്ട് നോക്കളെ. പോയി നല്ല നൃത്തമായിട്ട് വാ, എന്നിട്ട് അമ്മയ്ക്ക് നൃത്തം പഠിപ്പിച്ചോളൂ. പോ. What do you want? അല്ല, ഡാൻസ് ക്ലാസ്. ഇവിടെ ആട്ടമെല്ലാം നിർത്തി. ഫിനിഷ്ഡ്. ഒരൊറ്റ ലോക്കൽസും ഇവിടെ ഇങ്ങോട്ട് കയറി വരണ്ട കേട്ടോ. അല്ല ഞാൻ എടാ, എന്റെ മോളും നീയും കൂടെ ഉള്ള കണക്ഷൻ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. യു ഷുഡ് നെവർ മീറ്റ് ഹർ അഗൈൻ എവർ. അണ്ടർസ്റ്റാൻഡ്? സാറേ, എനിക്കൊന്ന് ദീപയെ കാണാൻ പറ്റുമോ? Hey mister, what do you think of yourself, huh? നിനക്കൊരു ജോലി ഉണ്ടോ? എടാ, ആ ഗേറ്റിൽ നിൽക്കുന്ന എന്റെ സെക്യൂരിറ്റിക്കാരൻ ഞാൻ കൊടുക്കുന്ന ശമ്പളം നിന്റെ അച്ഛൻ അത്രയും സാലറി ഉണ്ടോടാ? ആ ഔട്ട് ഹൗസിന്റെ അത്രയെങ്കിലും ഉണ്ടോ നിന്റെ വീട്? So just get out of my house or I'll call the police, okay? Go! അത് കഴിക്കു സൈമ. അപ്പൊ ടീച്ചർ സൈമനായിട്ട് കല്യാണം നടക്കൂലേ? പക്ഷെ ഈ പോക്ക് പോയ കാര്യം നടക്കൂല. പഠിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു നല്ല ജോലി മേടിക്കണം. നോക്കാം. ഹലോ സൈമൺ ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ കോളനിയിലുണ്ട്. ഞാനിപ്പോ ടീ ബ്രേക്കിന് മുമ്പിലുണ്ട്. പെട്ടെന്നൊന്ന് വരുമോ? ആണോ? വരാം. ശരി. ടീച്ചർ മോള് നേരെ വീട്ടിലോട്ട് പോക്കോ, ഞാൻ അങ്ങോട്ട് വരാം. ഓൾ ദി ബെസ്റ്റ്. എന്തിനാ? ചുമ്മാ വച്ചോ. ആഹാ, എന്നാ വേട്ടക്കാരന്റെ ഡയലോഗ് എന്ന് പറഞ്ഞേ. ഉങ്ങൾക്കെല്ലാം പോലീസ്കാരം പറ്റാതടാ. വേറെ 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 വേട്ടക്കാരൻ താടാ വേണോ? ഓക്കെ ഓക്കെ. ശരി, ബൈ ബൈ. ബൈ. അപ്പൊ വീട്ടിലോട്ട് പോക്കോ. ഡാ തക്കിടു, ഇന്ന് സ്കൂളിൽ പോയില്ലേടാ? എനിക്ക് പനിയാടി.
സൈമ, എനിക്കിനി വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ കൂടെ വരാം. അത് വേണോ? നമുക്കൊരു ചായ കുടിച്ചാലോ? കയ്യിൽ കാശുണ്ടല്ലോ അല്ലേ? എല്ലാം പോയി. The sea, the ship, all gone. നിങ്ങൾ അവൾക്കൊരു സ്വസ്ഥതയും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അവൾ ഇറങ്ങി പോയത്. അപ്പൊ നീയോ? എടി പെൺകൊച്ചുങ്ങളെ അവരെ അമ്മയാണ് നോക്കേണ്ടത്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് യു. അതുകൊണ്ട് എല്ലാം നടന്നത്. അത് നോക്കൂ. സാറേ, എൻ്റെ വീട്ടിൽ സെക്യൂരിറ്റിക്കാരനൊന്നുമില്ല. എൻ്റെ അപ്പനൊരു സാധാ പോലീസുകാരന്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ദീപ എൻ്റെ കൂടെ ഇറങ്ങി വന്നത്. ഒരു പെണ്ണിറങ്ങിപ്പോയ ആ വീട്ടിലുള്ളവരുടെ വിഷമം എനിക്ക് മനസ്സിലാവും. കാരണം ഇതേപോലെ ഒരെണ്ണം എൻ്റെയും വീട്ടിലുണ്ട്. ഒരു ജോലിയൊക്കെ മേടിച്ചിട്ട് ഞാൻ എൻ്റെ അപ്പനെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. അപ്പം സാർ ആലോചിച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ സാറേ, ഒരു മിനിറ്റ്. സാറേ, ഞാനൊരു സാധാരണക്കാരനാണ്. അതുകൊണ്ട് ഇതൊരു വാണിംഗായി എടുക്കൊന്നും വേണ്ട. സീരിയസ് ആയിട്ട് എടുത്താൽ മതി. എങ്ങാനും സാർ ഇടിപിടിയുന്ന അവളെ വേറെ ആരെക്കൊണ്ടേലും കെട്ടിക്കാൻ നോക്കിയാൽ ഉറപ്പായിട്ടും ഞാൻ അവളെ ഒന്ന് പൊക്കിക്കൊണ്ടുപോകും. അപ്പൊ സാറൊന്ന് ആലോചിക്കും. പോട്ടെ സാർ. സാറേ, ആ സെക്യൂരിറ്റിക്കാരൻ എത്ര ശമ്പളം? 12,000. എൻ്റെ അപ്പനെ 30-35,000 രൂപ ശമ്പളം ഉണ്ട് കേട്ടോ. ഇതുപോലൊരു പൊട്ടനെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല. നിനക്ക് സ്വപ്നത്തിലെങ്കിലും കിട്ടൂടാ ഇതുപോലൊരു പെങ്കൊച്ചിനെ? ഇങ്ങനൊരു മണ്ടൻ. പഠിച്ചൊരു ജോലി മേടിക്കാന്ന് വിചാരിച്ചാൽ അതും സമ്മതിക്കത്തില്ല. പഠിച്ച് ജോലി വാങ്ങിക്കുന്നൊരു മോൻ. എടാ, ഈ ചൂട് സമയത്ത് 2 ഷർട്ട് കോമാളി കളിച്ച് കിടക്കുന്ന നിന്നെ ആ പെങ്കൊച്ച് എന്തോ ഭാഗ്യത്തിനൊന്ന് പ്രേമിച്ചു. നിങ്ങളുടെ മോനൊരു ലോക മണ്ടൻ തന്നെ. അവ മണ്ടനൊന്നുമല്ല, ഞാനാ മണ്ടൻ. നിന്നെ വിളിച്ചിറക്കി കൊണ്ട് വന്നതാ ഞാൻ ചെയ്തത് ഏറ്റവും വലിയ മണ്ടത്തരം. അത് ശരിയാ. ഏത് ശരി? നീ എന്ത് കേൾക്കാൻ എവിടെ വന്നിരിക്കുന്നത്? കേറിപ്പൊടിയാത്ത. അല്ല, ഞാൻ ഇപ്പൊ എന്ത് ചെയ്തിട്ടാ? നീ ഒന്നും ചെയ്യണ്ട. ആദ്യം എന്നിട്ട് പടിയടി പോ. എന്ത് കഷ്ടം ഇത്. ആ പെണ്ണ് രക്ഷപ്പെട്ട് ഇവർക്കൊരു സീരിയൽ അഭിനയം. അതേടി, ഞാൻ ഇനി സീരിയലിൽ കൂടെ അഭിനയിക്കാൻ പോവാ. ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ ജീവിക്കാൻ ഒട്ടും സാറേ, എന്തായാലും സീരിയലാണത്തെ. പൊളിയാ ഇതില്. എന്താളെ ഒരു വിഷമം പോലെ പടമാറ്റം പറയാ. അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ? എടാ, മറ്റേ പെങ്കൊച്ചില്ലേ ദീപ, അവൾ ഇവന്റെ കൂടെ ഇറങ്ങി വന്ന് എന്നിട്ട് യവൻ കൊണ്ടുവന്ന് അവളെ വീട്ടിലാക്കി. എന്ത് പറയണോ ഈ പോങ്ങനെ? ലക്ഷ്മി, കുറെ നേരമായിട്ട് ഞാൻ സഹിക്കുന്നു. അടിച്ച് ചെവിക്കുറ്റി ഞാൻ പൊട്ടിക്കും. മക്കളൊരു സ്വസ്ഥയും തരത്തില്ല. ഇവിടെ ഒരു സ്വസ്ഥതയില്ലല്ലോ. നമ്മളിപ്പോ എങ്ങോട്ട് പോണാ? അപ്പൊ എവിടെയെങ്കിലും പോയി 2 അടിക്കാടാ. കൊച്ചിനെ കൊണ്ടാക്കിട്ട് വേണം. വാ. കൊച്ചിനൊക്കെ ഞാൻ ഉണ്ടാക്കി. അപ്പൊ ജെനി ഇവിടെ ഇല്ലേ? അവളിവിടെ ഇല്ലല്ലോ. എടാ, നീ അല്ലേ അവിടെ ഡാൻസ് ക്ലാസ്സിന് വിളിച്ചിട്ട് പോയത്? ഞാൻ അവളവിടെ കൊണ്ടാക്കിയല്ലോ. എവിടെ കൊണ്ടാക്കി? എടാ, അവള് വീട്ടിലുണ്ടാവോടാ. എടാ, അവള് വീട്ടിലില്ല. ഞാൻ ഇത്ര സമയം വീട്ടിൽ ഉണ്ടായിരുന്നു. വീട്ടിലില്ലേ? എടാ, വീട്ടിലില്ല. സൈമ, ഡാ, എന്താ പെങ്കുച്ചിനെ കൊണ്ടുവന്നാക്കിയോ? നീ കൊറേ കഷ്ടപ്പെട്ടതല്ലേ, വിട്ടുകളയണ്ട.
എന്തായാലും എന്റെ കൊച്ചു ഡാൻസ് പഠിച്ചു. നിന്നെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. അല്ല, നിങ്ങൾ എന്തേ തപ്പുന്നേ? ഏ, ജെനി എവിടെ? ജെന്നി വീട്ടിലുണ്ട്. എടാ നീ ഒന്ന് വന്നേ. എന്തൊക്കെ വട്ടാ കാണേണ്ടത്.